ഇൻചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇൻചോടിഞ്ച് പ്രോഗ്രാമിൽ നമുക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട് ഇരയായിട്ട്. അപ്പോൾ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? മുഹമ്മദ് ഹംദാൻ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 4. റസീന, റിയാൽ, അബൂബക്കർ, ഖദീജ, റഹ്മാൻ, നിഷാൻ, ഹസീന, ഷഹീറ, മെഹറു, എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരും ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നേ? കോഴിക്കോട്. കോഴിക്കോട്. ഒരു ഫാമിലി അല്ലേ? വെറുതെ കറങ്ങാൻ ഇറങ്ങിയതായിരിക്കും? അല്ല, ഇവരെ വീട്ടിലേക്ക് വന്നതാ, വിരുന്ന് വന്നതാ. വിരുന്ന് വന്നതാ. കല്യാണം കഴിച്ചത് കൊട്ടാണ്. ഹസ്ബൻഡ് വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് കുറച്ച് സംസാരിക്കാം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കിട്ടും എന്ന് മനസ്സിലായി കണ്ടപ്പോഴേ. 20 പ്രതീക്ഷിക്കാം. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക. ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായോ? ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മോൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? അല്ല, ഷർട്ടിൽ ചായ വീണാൽ എന്താകും? ചായക്കറല്ല. ഷർട്ടിൽ ചായ വീണാൽ എന്താകും? യെസ്, കറക്റ്റ് ആൻസറാണ്. ടീഷർട്ട്. അപ്പോൾ ഇവിടെ 1 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണ്ണിന്റെ സഹോദരൻ ആരാണ്? കൺപീലി. പുരികം. പുരികം കറക്റ്റ് ആൻസറാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞു. കണ്ണിന്റെ സഹോദരൻ ആരാണ്? കൺപീലി. കറക്റ്റ് ആൻസർ വരട്ടെ. കറക്റ്റ് ആൻസർ. കണ്ണിന്റെ സഹോദരൻ ആരാണ്? വേണ്ട, അത് നോട്ട് അലൗഡ്. കണ്ണിന് എന്താ ഇംഗ്ലീഷ് പറയുന്നേ? അപ്പോൾ കണ്ണിന്റെ സഹോദരന്റെ പേര് നമ്മുടെ ഫേസിലുള്ള ഒരു സാധനം. ഇപ്പൊ മോനെ ആൻസർ പറഞ്ഞോളൂ. കൺപിലെ ഐബ്രോസ്. മനസ്സിലായി? ഐബ്രോ. അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞ മോനാണ്. മോനെ 1 പോയിന്റ് കിട്ടി. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം എന്താണ്? വലിവ്. ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിക്കാനെടുക്കും പക്ഷേ ആരും കഴിക്കാറില്ല. എന്താണ്? കഴിക്കാൻ വേണ്ടി ഈ സാധനം നമ്മൾ എടുക്കും, പക്ഷെ ആരും കഴിക്കാറില്ല. പ്ലേറ്റ്. കറക്റ്റ് ആൻസർ. ബുദ്ധിയുണ്ട്. 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു മാലയുണ്ട്. ഏതാണ് ആ മാല? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഉപയോഗിക്കുന്ന മാല. കുട്ടിക്കാലത്തേക്ക് നമ്മൾ ഈ മാലയെ അല്ല, കുസൃതി ചോദ്യമല്ലേ? എല്ലാ പേരും ഉപയോഗിക്കുന്ന ഒരു മാല. കുട്ടിക്കാലത്ത് നമ്മൾ ഈ മാല കൂടുതൽ ഉപയോഗിക്കും. വനമാല. അതേപോലത്തെ ആൻസർ വരട്ടെ. വനമാല. അതേപോലത്തെ എന്ത് വേണമെങ്കിലും പറയാം, കുഴപ്പമില്ല. ഞാൻ മാത്രമേ കേൾക്കൂ. മാലയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മൾ ഇടുന്ന മാലയുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. വനമാല. അതുപോലെ വേറെ കുട്ടിക്കാലത്ത് നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാല ഉണ്ട്. എന്താണ്? അക്ഷരമാല. അക്ഷരമാല കറക്റ്റ് ആൻസറാണ്. ഇതിപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു തന്നിട്ട് പറയിപ്പിക്കുന്ന പോലെ എങ്കിലും ചേച്ചിക്ക് 1 പോയിന്റ് കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു അറ ഉണ്ട്. ഏതാണ് ആ അറ? ഇതെല്ലാവർക്കും പറയാൻ പറ്റും. മണ്ണറ അല്ല, കുറച്ചുകൂടി കല്ലറ. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറാണ്. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോല വായ പോകാം ലോകം കാണാൻ തേരാ പാര ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി
നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, കായിരുന്താനയിൽ ആൾ വരണ്ടേ. മന്ദാകിനി ഒന്നാകുമോ, ചെന്താമര എന്താമര, കണ്ടാലിനി എന്താമര, പിന്നല്ല ഞാൻ വന്നാളുമേ. അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും മോന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു പഴമുണ്ട്, ഏതാണ് ആ പഴം? ഡേറ്റ്സ് കറക്റ്റ് ആൻസർ ആണ്. ചേട്ടാ 3 പോയിന്റ് കിട്ടിയല്ലേ, മുന്നിട്ട് നിൽക്കുകയാണ്, ആരും ഇല്ല കൂടെ എത്താൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തലയുള്ളപ്പോൾ ഉയരം കുറവ്, തലയില്ലാത്തപ്പോൾ ഉയരം കൂടുതൽ. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്, എല്ലാ പേരും ഇത് ഉപയോഗിക്കാറുണ്ട്. ബ്രഷ് അല്ല, ഉറങ്ങാൻ നേരത്താണ് ഉപയോഗിക്കാറ്. അതെ, ഇവിടെ ആൻസർ പറഞ്ഞു. 2 ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇനി നമുക്ക് ആൻറ്റിയുടെ ഒരു സോങ് കേൾക്കാം. കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂക്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. സൂപ്പർ, അടിപൊളി. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? മുറിക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ വാക്കും സമയത്തെ നമ്മൾ എന്താണോ ഇംഗ്ലീഷിൽ പറയുന്ന ആ വാക്കും കൂടി. ടൈം പാസ് അല്ല, കുറച്ചുകൂടെ പോട്ടെ നമ്മളൊരു സാധനത്തെ മുറിക്കുമ്പോൾ എന്ത് കിട്ടും? ഇംഗ്ലീഷിൽ പറഞ്ഞു. ഹാഫ് ടൈം അല്ല, അതെന്ന് വെച്ചാൽ നമ്മളൊരു കേക്കൊക്കെ മുറിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അപ്പോൾ എന്താ ആൻസർ? ടൈം പീസ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ചേട്ടൻ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഒരു ഗ്രഹമുണ്ട്. ചിലർക്കൊക്കെ ഈ ഒരു ഗ്രഹം കാണും. എന്താണ്? ബ്ലാക്ക് ഹോൾ. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും, ഇത് GK ക്വസ്റ്റ്യൻ അല്ല, കുസൃതി ചോദ്യ. അപ്പോൾ ആ ഒരു രീതിക്ക് ചിന്തിച്ച് പറയണം. ഒറിജിനൽ കാര്യങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല. അതല്ല, ഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയ ഗ്രഹം. കുസൃതി ചോദ്യമല്ല, അപ്പം അങ്ങനെ ചോദിക്കാൻ പറ്റും. അപകടകാരിയായി ആഗ്രഹമല്ല, വേറൊരു വാക്ക്, അത്യാഗ്രഹം. കറക്റ്റ് ആൻസർ. ഒപ്പം എത്തി നിൽക്കുന്നുണ്ട്. അതാരാ? ആങ്ങള. അപ്പൊ ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനി ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഭരണമുണ്ട്, ഏതാണ് ആ ഭരണം? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഭരണം. മാമ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു തോന്നുന്നു, ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയത്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? റഹ്മാൻ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് പൊരുതി ജയിച്ചത് റഹ്മാൻ ചേട്ടനാണ്. ചേട്ടന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിൻ്റെ റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാ പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.